തീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു റൗണ്ട് മാറ്റ് ഉണ്ടാക്കാം. മാറ്റായിട്ടും ഡബിൾ മാറ്റായിട്ടും കോസ്റ്ററായിട്ടും ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഹലോ, വെൽക്കം ബാക്ക് ടു ക്രോഷറ്റ് ഡയറി. അപ്പോൾ ഇന്ന് നമുക്ക് റൗണ്ട് പാറ്റേണിൻ്റെ ബേസിക് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു റൗണ്ട് മാറ്റും കൂടി നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അക്രൈലിക് യാണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മാജിക് റിങ് ബേസിക്കായിട്ട് എങ്ങനെ പഠിക്കാമെന്ന് ജസ്റ്റ് നോക്കാം. 2 ടൈപ്പായിട്ട് നമ്മൾ മാജിക് റിങ് ചെയ്യലുണ്ട്. ആദ്യം ഈസി ടൈപ്പ് കാണിച്ചു തരാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 3.2 മില്ലിമീറ്റർ ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈസി മാജിക് റിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇതേപോലെ എടുത്ത് നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഒന്നുകൂടി കാണിച്ചു തരാം സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു 4 ചെയിൻ ഇട്ട് കൊടുക്കാം. 1 2 3 4 ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഫസ്റ്റ് സ്റ്റിച്ച് ഉണ്ടോ അതിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്കൂടി ഫ്രണ്ടിലേക്കൂടി വലിക്കും. അപ്പം ഇനി ഇവിടെ ഒരു ഹോൾസ് ഉണ്ട് നടുക്ക് സെൻറ്ററിൽ. ആ ഹോൾസിൽ വേണം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹോൾസിൽ. അപ്പോൾ ആദ്യം 3 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 3. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ, സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ എല്ലാം ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതേപോലെ 12 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇതേപോലെ 12 വെക്കിയിട്ട് കാണിച്ചു തരാം. കാര്യം പറയാൻ മറന്നുപോയി. ഈ ടൈലില്ലേ അന്നേരം തന്നെ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ഇത് വേറെ തന്നെ സോ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കണ്ടോ, അത് അതിൻ്റെ കൂടെ തന്നെ പോയിക്കോളും. എത്രയായി? 1 2 3 4 5 6 7. ബാക്കി കൂടി ചെയ്യാം. കണ്ടോ, ഇപ്പം 12 ഡബിൾ ക്രോഷ്യായി. നമ്മൾ ഇവിടെ ഫസ്റ്റ് സ്റ്റിച്ച് ഇവിടുന്ന് തുടങ്ങി വിടുന്നല്ലേ. അപ്പോൾ അതത്ര 3 ചെയിനാണ് ഇട്ടത്. അതിൽ ലാസ്റ്റ് ചെയിനില്ലേ 3 അവിടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 1 2 3. ഇവിടെ നമുക്ക് 1 2 3. ഇവിടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. രണ്ടും കൂട്ടി പിടിച്ച്. ഇതാണ് ചെയിൻ ചെയ്തിട്ടുള്ള മാജിക് റിങ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നടുക്ക് ഹോൾസ് കൂടുതൽ വേണമെങ്കിൽ ഈ ചെയിൻ ഇട്ടിട്ട് മാജിക് റിങ് ചെയ്യാം. കാരണം ഇത് എത്ര ടൈറ്റ് ആക്കിയാലും അതിനൊരു ലോക്ക് ഉണ്ട്. അതിൻ്റെ അപ്പുറം അത് ടൈറ്റ് ആവില്ല. എങ്ങനെ ആയാലും ഇവിടെ ഒരു ചെറിയ ഹോൾസ് കാണും. ഓക്കെ, അതാണ് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്താലുള്ള ഒരിത്. നമുക്ക് വേണമെങ്കിൽ ഹോൾസ് നടുക്കുവാണെങ്കിൽ ഈ സ്റ്റിച്ച് ഇട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിപ്പം ഹോൾസ് അങ്ങനെ കാണുന്നില്ലെങ്കിൽ ചെയിൻ എത്ര കൂടുതൽ ഇടുന്നു അതിനനുസരിച്ചിട്ടുള്ള ഹോൾസ് കൂടുന്നതായിരിക്കും. ഓക്കെ, ഇനി ചെയിൻ സ്റ്റിച്ച് ഇടാണ്ട് മാജിക് റിങ് ചെയ്തിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കുന്നത് നോക്കാം. ഇതിന് ആദ്യം നമുക്ക് ഇതിങ്ങനെ പിടിച്ച്
സൂചി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഒരു റിങ് പോലെ കിട്ടും. കണ്ടോ വലിയ ഹോൾസ്. മറ്റേന്ന് വെച്ചാൽ നമുക്ക് ഈ സെൻറ്റർ തപ്പി പിടിക്കേണ്ടി വരും. പക്ഷെ ഇതിൽ വലിയ ഹോൾസ് ആയതുകൊണ്ട് നമുക്ക് വേഗം കാണാൻ പറ്റും. ഇതിലിപ്പം ഒരു സ്റ്റിച്ച് ഞാൻ ഓൾറെഡി ഇട്ട്. ഇനി 1 2 ഓക്കെ. അങ്ങനെ 3 ചെയിനായി. അങ്ങനെ ഇതും അതേപോലെ 12 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3. ചിലവർ ഈ 3 ചെയിൻ കൗണ്ട് ചെയ്യും 1 ഡബിൾ ക്രോഷ്യ ആയിട്ട്. പക്ഷെ ഞാൻ അത് കൗണ്ട് ചെയ്യലില്ല. അത് 3 ചെയിനായിട്ട് തന്നെ ഞാൻ കൗണ്ട് ചെയ്യൽ. അത് കൂടാതെയാണ് ഞാൻ 12 സ്റ്റിച്ച് ചെയ്തെടുക്കൽ. അപ്പം ഇതേപോലെ 12 സ്റ്റിച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ട. അപ്പോൾ ടൈറ്റ് ആക്കുമ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ചെറിയാണ് വരുന്നത്. അത് നമ്മളിങ്ങനെ മെല്ലെ പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുത്തതിന് ശേഷം വേണം ഇതിങ്ങനെ ടൈറ്റ് ആക്കാൻ. കണ്ട ടൈറ്റായി. നമുക്ക് എത്ര ടൈറ്റ് വേണം അതിനനുസരിച്ചിട്ട് ടൈറ്റ് ആക്കാം. ഇതിൽ കണ്ട അങ്ങനെ ഗ്യാപ്പ് വരില്ല. മറ്റേ ചെയിൻ സ്റ്റിച്ച് ആണെങ്കിൽ അതിനൊരു ലോക്ക് ഉണ്ട്, ഇത്ര അത് പോകുന്നുള്ളത്. അപ്പോൾ ഇവിടെ എത്ര 1 2 3 ഇവിടെയാണ് ഇതിൻ്റെ സ്ലിപ്പ് സ്റ്റിച്ച് വരുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് അത് സ്റ്റിച്ച് കംപ്ലീറ്റ്. ഇനി ഈ സ്റ്റിച്ച് ഉണ്ടോ അല്ല ഈ ആണുണ്ടോ ടൈല്, അത് നമുക്ക് അടുത്ത റോയിലേക്ക് കൂട്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് ലാസ്റ്റ് വേണമെങ്കിൽ സോ ചെയ്യാം. ഞാൻ ചെയ്യുന്നതുണ്ടോ അപ്പോൾ ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. സാധാ മാജിക് റിങ് ഇട്ടിട്ടും ഇതുണ്ട ചെയിൻ ഇട്ടിട്ടുള്ള ഡിഫറൻസ് ആണിത്. കണ്ടോ റൗണ്ട് കാണുന്നുണ്ട്. ഉള്ളിൽ ഒരു ഗ്യാപ്പ് വലുതായിട്ട് ഇവിടെ അങ്ങനെ കാണില്ല. ഇതിനിയും നമുക്ക് വലിച്ചിട്ട് ഗ്യാപ്പ് ഇനിയും കുറക്കാവുന്നതാണ്. ഇതങ്ങനെ കുറക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. മാജിക് റിങ് ഇടാൻ കഴിയാണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇതാണ് ബിഗിനേഴ്സിന് ഏറ്റവും നല്ല ഇത്. ഇനി അടുത്തത് കാണിച്ചു തരാം. അടുത്ത റോ കാണിച്ചു തരാം. ഇതിങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് വലിച്ച് ഈ ഹൂക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഓർ ചെയ്യുക. അതവിടെ അമർത്തി പിടിക്കുക. അതിന് ശേഷം 1 ചെയിൻ ഇടുക. രണ്ടും കൂട്ടി പിടിച്ച് ചെയിൻ ഇടുക. അനുസരിച്ചിട്ട് ഇത് വലിക്കണേ. അതിന് ശേഷം 1 2 3 ചെയിൻ ഇട്ടില്ലേ. ഇനിയിപ്പോൾ എല്ലായിടത്തും നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്തത്. അപ്പോൾ ഈ 12 ഡബിൾ ക്രോഷ്യ ഓരോരു ചെയിനിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇത് ചെയിനായിട്ട് തന്നെയാണ് കൗണ്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരാൾക്കാർ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ 3 ചെയിന് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കണക്കാക്കും. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് 3 ചെയിനായിട്ട് തന്നെയാണ് കൗണ്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ ഞാൻ ഇതിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതാണ്. നോക്കണം, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ചെയിൻ ചെയ്ത് ആ സെയിം ഗ്യാപ്പിൽ തന്നെ 1 2 അതിൻ്റെ കൂടി ഇതൊന്ന് വലിയും കൂടിയും ചെയ്യാം. ചെയ്തില്ലേ. ഇനി അടുത്ത ചെയിൻ, നെക്സ്റ്റ് ചെയിൻ ഇവിടെ വരുന്നു. അടുത്ത ചെയിനിലും അതേപോലെ 1 2 കണ്ടോ 1 2. ഇനി അടുത്ത ചെയിൻ സ്റ്റിച്ചിൽ ഇതേപോലെ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യും. 1 2. ഇതേപോലെ ഫുൾ ചെയ്താൽ നമുക്ക് 24 ഡബിൾ ക്രോഷ്യ കിട്ടും. അതായത് 12ൻ്റെ ഡബിളായിട്ട് കിട്ടും. ഓക്കെ, കണ്ടോ. ഇപ്പം 24 ഡബിൾ ക്രോഷ്യ വേണമെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ലാസ്റ്റ് എന്താണ് എടുക്കുക, ഇവിടെ കണ്ടോ 3 സ്റ്റിച്ച് അവിടെ കൊണ്ടുപോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക.
1 2 3 ഇവിടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അപ്പോൾ ഇപ്പോൾ 2 റൗണ്ടായി. ഇനി തേർഡ് റൗണ്ടിലേക്ക് നമുക്ക് പോകുന്നത് നോക്കാം. അതേപോലെ 1 2 3 ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇപ്പോൾ നമ്മൾ 1 ചെയ്ത് 12 ആക്കി ഇവിടെ ഡബിൾ ചെയ്ത്, അതായത് ഒരു സ്റ്റിച്ചിൽ 2 ഇട്ട് കൊടുത്ത്. ഇനി ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് 2 ഇട്ട് കൊടുക്കുക. 2 1 2 1 അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 1 2 1 2. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിൽ ഫസ്റ്റത്തേൽ 1 സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. അതായത് ഈ ചെയിൻ ഞാൻ ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അതിൽ തന്നെ നിങ്ങൾ ഇതിപ്പോൾ കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് 2 ഇട്ട് കൊടുത്താൽ മതി. ഇത് മാത്രം മതി. ഇതിപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യാത്തതുകൊണ്ട് ഇതിൽ തന്നെ ഒന്നും കൂടി ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുകയാണ്. 1 ഓക്കെ, 1 ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ. 1 2 കണ്ടോ. അടുത്തത് 1 ഡബിൾ ക്രോഷ്യ. 1 അടുത്തത് 2 കണ്ടോ. ഇത് ഫുൾ അതേപോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഇതാ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ ഇനി 2 ആവരുത്. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഇതിപ്പം 12 24 സെക്കൻഡ് റോ. ഇനി തേർഡ് റോ 36 ചെയിൻ വേണം. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 36 ഉണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 22 23 24 25 26 27 28 29 30 31 32 33 34 ഉള്ളൂ. അപ്പോൾ ഇനി എത്ര വേണം? 2 സ്റ്റിച്ചും കൂടി ഇതിലിടാനായിട്ട്. ഇനി ഇതിവിടെ തേർഡ് സ്റ്റിച്ചിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റിച്ച് 3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവില്ല. ആ 3 സ്റ്റിച്ച് ഇടാണ്ട് നമ്മൾ ആ 3 സ്റ്റിച്ച് ഒരു എന്താ പറയുക, ഒരു ഡബിൾ ക്രോഷ്യ ആക്കിയാൽ അവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇനി അടുത്ത റോ എന്ന് വെച്ചാൽ 1 2 3 4ാമത്തെ റോ, 4th റോ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ 1 2 3 ചെയിൻ ഇട്ട് കൊടുത്ത് ആ ഫസ്റ്റ് തന്നെ ആ സെയിം സ്റ്റിച്ച് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പം 12 ആക്കി, ഇവിടെ 12 ഡബിൾ ആക്കി, അതായത് 24 ആക്കി. ഓരോന്നിലും ഡബിൾ ഇട്ട് കൊടുത്ത് ഇവിടെ എന്ന് വെച്ചാൽ 1 2 1 2 അങ്ങനെയാണ് ചെയ്തത്. ഇനി വരുന്ന സ്റ്റെപ്പ് 2 ഡബിൾ 1 ആക്കി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഡബിൾ ആക്കിയിട്ട് ഒരു സ്റ്റിച്ചിലിട്ട് കൊടുക്കുക. അതായത് 2 സ്റ്റിച്ച് വരുന്നിടത്ത് 1 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ, അതിന് ശേഷം 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ 1 ഇട്ട് അടുത്തതിലും ഒരു 1 ഡബിൾ മാത്രം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് വരുന്നിടത്ത് 2 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 2. അത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഇതാ ഈ താഴിലുള്ളത് സെയിം ലെവലായിരിക്കും നമുക്ക് ഡബിൾ വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റിച്ച് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ ലെവലിൽ വരില്ല. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വരുത്തുണ്ടാവുക ഡബിൾ. അപ്പോൾ മനസ്സിലാക്കാം നമ്മൾ സ്റ്റിച്ച് എവിടെയോ തെറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൗണ്ട് ചെയ്തിട്ട് നോക്കാം. ഇതുണ്ട് ഇപ്പോൾ താഴെ നേരെ ഡബിളിൻ്റെ നേരെ തന്നെ വന്ന് അടുത്തത് നമുക്ക് അതേപോലെ വരുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ 2 1 ഡബിൾ ആയിട്ട് കൊടുക്കേണ്ടത്. ഇതാ 1 ഡബിൾ ക്രോഷ്യ
1 ഡബിൾ ക്രോഷ്യ. ഇതാ സെയിം വരുന്നത്. ഇതാ ഞാനിവിടെ 2 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെയിമിൽ തന്നെയാണ് മേലെ 2 സ്പേസ് വരുന്നത്. ഇവിടെ എന്താണ് എടുക്കുക, 2 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ഇതിന് ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ലാസ്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഇനിയിപ്പോൾ 3 സ്റ്റിച്ച് ആയില്ല. അതേപോലെ ഇവിടെ ഞാൻ ഇതാ കണ്ടോ സെയിം ഡബിൾ ചെയ്തു. ഇനി ഇതിവിടെ 1 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 and 2. എന്നിട്ട് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇവിടെ ഇത് 1 2 3 4 ഫോർത്ത് റോയിൽ നമുക്ക് 48 സ്റ്റിച്ചസ് കിട്ടിയിരിക്കുന്നു. അതായത് ഇവിടെ 12 ആണെങ്കിൽ 12ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 24 ആണ്. 24ൻ്റെ കൂടെ ഒരു 12 കൂടി കൂട്ടിയാൽ 36. 36ൻ്റെ കൂടെ ഒരു 12 കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 48 കിട്ടും. ഇപ്പോൾ ഞാനിവിടെ 12 ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടും. നിങ്ങൾ ഇവിടെ ഇപ്പോൾ 6 ആണെങ്കിൽ 6ൻ്റെ ഡബിൾ ആയിരിക്കും. 6നോട് പിന്നെയും 6 കൂട്ടും. അങ്ങനെ ആയിരിക്കും പോക്ക്. 8 ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇപ്പോൾ നമുക്ക് 5th റോ കൂടി അങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുശേഷം മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ 1 ഇട്ട് 2 ഇട്ട്, ഇവിടെ 2 ഇട്ട് 2 അങ്ങനെ ഇട്ട്. ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് വെച്ചാൽ ഇത് നോക്കാം. 3 ചെയിൻ ഇട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഞാൻ ഒന്നും കൂടി ഒരു ഡബിൾ ഇട്ട്, ഓക്കെ, ഇട്ട് 1 2. ഇതിലെത്രയും നമ്മൾ ഇട്ടത് 1 2 അല്ല ഇട്ട്. ഇത് അതേപോലെ 1 2 ഒന്നും കൂടി 1 ആയിട്ട് ചെയ്യുക. 3 പ്രാവശ്യം 1 ഡബിൾ ക്രോഷ്യ ഇട്ട് ചെയ്തോ. നെക്സ്റ്റ് ഇതാ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഡബിൾ, ഇനി വരുന്നത് ഡബിൾ ക്രോഷ്യ 2 ടൈംസ് ആ സ്റ്റിച്ച് തന്നെ ചെയ്യുക. കണ്ടോ? അപ്പം 1 2 3 1 ഡബിൾ ഇടുക. പിന്നെ ഫോർത്താമത്തത് 2 ഡബിൾ ചെയ്യുക. ഇതാ 1 2 3. ഫോർത്തിൽ എന്ത് ചെയ്യുക? കണ്ടോ? സെയിം ആയിട്ട് വരുന്നുണ്ടോ? ഫോർത്തിൽ ഡബിൾ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കും. കണ്ടോ? ഇതേപോലെ നമുക്ക് എത്ര അളവ് വേണമെങ്കിലും ആക്കി. ഇപ്പോൾ ഇവിടെ 3 1 അല്ല കൊടുത്ത്. നെക്സ്റ്റ് റോ വരുമ്പോൾ 4 1 കൊടുക്കുക. 5th 2 പ്രാവശ്യം ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് 5 ടൈംസ് കൊടുക്കുക. പിന്നെ 6th ഡബിൾ കൊടുക്കും. അങ്ങനെ നമുക്ക് എത്ര റോ വേണോ അതനുസരിച്ചിട്ട് ചെയ്താൽ ഇതിങ്ങനെ വിടർന്ന് നല്ല നീറ്റായിട്ട് വരും. അപ്പം ഈ റൗണ്ട് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റിച്ച് എത്തി അവിടെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ കൊടുക്കാം. 1 2. ഇനി എന്താ എടുക്കുക? ഇവിടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇപ്പം റൗണ്ടായി വന്നു. ഇനി നിങ്ങൾക്ക് എത്ര റോ വേണോ അതിനനുസരിച്ചിട്ട് റോ കൂട്ടി വരാം. ഇപ്പം ഞാൻ 1 2 3 4 5 റോ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയിൽ ഞാൻ നിർത്തുകയാണ്. ഇനി നമുക്ക് ബോർഡർ ചെയ്യാം. നമുക്ക് ബോർഡർ എങ്ങനെ ചെയ്യാൻ നോക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടില്ല. ഇത് നമുക്ക് ഒരു 1 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിപ്പിൽ 1 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തു. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ ഇട്ട് ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട ഇത് എൻഡ് ചെയ്തതാണ് ഈ റോ. നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് ഇതാ. ഇതിലിടാൻ പാടില്ല. ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ട് അതിനുശേഷം നെക്സ്റ്റിൽ 3 ഡബിൾ ഇട്ട് കൊടുക്കുക. 1 2 3 ഡബിൾ ഇട്ട് കൊടുത്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക.
നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സെയിമായി ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത എന്ത് ചെയ്യുക, അടുത്ത സ്റ്റിച്ചിൽ അതേപോലെ ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അടുത്ത സ്റ്റിച്ചിൽ 3 ഡബിൾ ഇട്ട് കൊടുക്കുക. ഒന്ന് തന്നെ 1 2 3. ഓക്കെ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതേപോലെ സെയിം പാറ്റേൺ ഇത്ര വരെ ആയിട്ട് ഞാൻ കാണിച്ചു. ഇപ്പോൾ ലാസ്റ്റ് എത്തി, കണ്ടോ, ലാസ്റ്റ് എത്തി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 3 ഡബിൾ ഇട്ട് കൊടുക്കുക. 1 2 3. ഇട്ട് കൊടുത്തു. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കും. നമ്മൾ ഇവിടെ അല്ല തുടങ്ങി, ഇവിടെ ഇതാ ഇവിടെ കണ്ട, അവിടെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. കണ്ടോ, ഇങ്ങനെയാണ്. ഇനി ഇവിടെ വരെ നമുക്ക് ഈ ബോർഡർ വേണ്ടെങ്കിൽ ഇവിടെ ഒരു ചെയിൻ 1 ഇട്ടിട്ട് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഓക്കെ. ഓരോ ബോർഡർ ഉണ്ട്, ഡിഫറെൻറ്റ് ബോർഡറായി ചെയ്യാം. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിവിടെ എൻ്റെ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ചെയിൻ ഇട്ടിട്ട് ഈ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. ഞാനിപ്പം ഈ ആണ് ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ സിമ്പിൾ ബോർഡറായിട്ട് ഞാൻ ചെയ്തുന്നത്. ഓക്കെ, ഇവിടെ കട്ട് ചെയ്യാം. കണ്ടോ, കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് ബാക്കോട്ട് കാണാത്ത രൂപത്തിൽ ഇത് ഈ നീഡിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ മറ്റേ സാധാ നീഡിൽ വെച്ചിട്ട് സോ ചെയ്തെടുക്കുക. ഇപ്പം ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കണ്ടോ, ഇനി ഞാൻ ഇതിൻ്റെ ലാസ്റ്റും കൂടി ഒരു ബോർഡറും കൂടി കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കും. ഇതാ ഒരു ബോർഡറും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് ഞാൻ 1.5 മില്ലിമീറ്റർ ഹൂക്ക് എടുത്തിട്ടുള്ളത്, ഒരു ഗ്രീൻ കളറിയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, സെൻറ്റർ കാണുന്നുണ്ടോ, ഇവിടെ സെൻറ്റർ പൊസിഷൻ കണ്ടോ, ഇവിടെ എന്തോന്ന് എടുക്കുക, ഈ ഗ്രീനിയാണ് ജോയിൻ ചെയ്യാം. ഇങ്ങനെ ജോയിൻ ചെയ്യാം. 1 2 ചെയിൻ. ഇത് ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്, അത് മറക്കരുത്. അവിടെ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പൈക്കോട്ട് സ്റ്റിച്ച് എന്ന് പറയും. 1 2 3 സ്റ്റിച്ച് ഇട്ടിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇട്ട് ചെയിൻ്റെ ഉള്ളിലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ചെയിനിൽ പോയിട്ട് 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു സ്റ്റിച്ച് കിട്ടും. അതിനാണ് പൈക്കോട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഒന്നുകൂടി കാണിച്ചു തരാം. 1 2 3. ഇവിടെ ഫസ്റ്റ് ചെയിനിൽ ഇട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് എടുത്ത് പോയിട്ട് സിംഗിൾ ക്രോഷ്യ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം. 1 2 3 ചെയിൻ ഇടുക. ഫസ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇടുക. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കും. ഒന്നും കൂടിയുണ്ട്. ഇതാ ഇവിടിപ്പം സിംഗിൾ ക്രോഷ്യ ചെയ്ത് 1 2 3 ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ
3 ചെയിൻ ചെയ്ത് ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇവിടെ പോയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇനി ഇവിടെ ഈ ഗ്യാപ്പാണ് വരുന്നത്. ഇവിടെ എന്താണ് എടുക്കുക, 1/2 ഡബിൾ ചെയ്യുക. ഇവിടെ ചെയ്ത പോലത്തെ ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ ആദ്യം സ്റ്റിച്ച് ഉണ്ട്, അവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ട് വാങ്ങിച്ചു. ലാസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഇവിടെ വരണം ചെയ്ത് ഇനി ഇതാ എൻ്റെ ചെയ്യേണ്ട പൊസിഷൻ. ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, എൻ്റെ ചെയ്യുക, ചെയിൻ 1 ഇട്ട് കൊടുക്കുക, കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ സെയിം ആണ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യാം. ഇപ്പം ഗ്രീൻ ആണ് വെച്ചിട്ടാണ് ചെയ്തത്. ഒരു ക്രിസ്മസ് തീമിലായിട്ട് ചെയ്തതാണ്. ഇവിടെ കട്ട് ചെയ്യും. കണ്ട, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബാക്കിലോട്ടേക്ക് വലിച്ചിട്ട് ഇങ്ങനെ സോ ചെയ്തെടുക്കാം. രണ്ടൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തെടുക്കും. ഇങ്ങനെ അതേപോലെ ഇതും ഇതേപോലെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തെടുക്കും. കണ്ടോ, ഇതിപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലുള്ള കോസ്റ്ററായിട്ട് മാറ്റായിട്ടുള്ള യൂസ് ചെയ്യാം. ഇതിൻ്റെ മേലെ പ്ലേറ്റ്സ്, ഗ്ലാസ് ഇതെല്ലാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. ക്രിസ്മസിന് പറ്റിയ തീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.